അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിക്കുകയും കൃത്യമായ ഒരു പ്രാക്ടിക്കൽ ജീവിതം, ഒരു പ്രായോഗിക ജീവിതം റസൂൽ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം, എല്ലാ ഉമ്മത്തിനും ഓരോ ഫിത്നയുണ്ട്. ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ ഉമ്മത്തിനും ഓരോ ഫിത്നയുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽമാൽ, എന്റെ ഉമ്മത്തിന്റെ ഫിത്ന അത് സമ്പത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു റസൂൽ ബഹ്റൈനിലേക്ക് ജിസിയ പിരിക്കാൻ പറഞ്ഞു വിട്ടു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബഹ്റൈനിൽ പോയി ജിസിയയെല്ലാം പിരിച്ചു. അങ്ങനെ ജിസിയ പിരിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അബൂ ഉബൈദ വന്ന വാർത്ത അറിഞ്ഞിട്ട് സ്വഹാബികൾ മുഴുവനും റസൂലുള്ളാഹിന്റെ പള്ളിയിൽ തടിച്ചുകൂടുകയാണ്. സുബഹി നമസ്കാരം നോക്കുമ്പോൾ ഇഷ്ടം പോലെ സ്വഹാബത്ത് മദീന പള്ളിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ നിസ്കാരം കഴിഞ്ഞ് അവരേക്ക് തിരിഞ്ഞിരുന്നു. എന്നിട്ട് ചോദിച്ചുവത്രേ, അളുന്നു അന്നകും അറഫ്തും ബിഖുദൂമി അബീ ഉബൈദ, അബൂ ഉബൈദ വന്ന വാർത്ത അറിഞ്ഞിട്ടായിരിക്കാമല്ലേ നിങ്ങളെല്ലാവരും വന്നത്? ജിസിയ പിരിച്ചുകൊണ്ട് വന്നയാളാണ് അബൂ ഉബൈദ. അബൂ ഉബൈദ വന്ന വാർത്ത അറിഞ്ഞപ്പോഴായിരിക്കുമല്ലേ നിങ്ങളെല്ലാവരും ഇവിടെ തടിച്ചുകൂടിയത്? സ്വഹാബികൾ മറുപടി പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ പ്രവാചകരെ. ഏത് സ്വഹാബത്താണ്? പാവപ്പെട്ട സ്വഹാബത്ത്, ദിവസങ്ങളോളം പട്ടിണി കിടന്ന സ്വഹാബത്ത്, വിശപ്പടക്കാൻ മടിയില്ലാതെ ബോധരഹിതരായി വീണ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബത്ത്. ബോധം കെട്ടുകൊണ്ട് പലപ്പോഴും വീഴും, പട്ടിണി കൊണ്ട്, പരിവട്ടം കൊണ്ട് അത്രമേൽ കഷ്ടപ്പെടുന്ന സ്വഹാബത്താണ്. ആ സ്വഹാബത്തിനോടാണ് ചോദ്യം. അബൂ ഉബൈദ വന്ന വാർത്ത അറിഞ്ഞിട്ടായിരിക്കാമല്ലേ നിങ്ങളെല്ലാവരും തടിച്ചുകൂടിയത്? എല്ലാവരും മറുപടി പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ പ്രവാചകരെ. ജിസിയ പിരിച്ചുകൊണ്ടുവന്ന ആ മുതൽ ഓഹരി വെക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് എല്ലാവരും തടിച്ചുകൂടിയിട്ടുള്ളത്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ആ ജിസിയ ഓഹരി ചെയ്യും മുമ്പ് അവരോട് പറയുന്നു, സ്വഹാബാ, ജിസിയ ഞാൻ ഓഹരി വെക്കാം, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വിഹിതം വെക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മേൽ, എന്റെ ഉമ്മത്തിന്റെ മേൽ ഞാൻ പേടിക്കുന്ന വിഷയം ഒരിക്കലും നിങ്ങൾക്ക് ദാരിദ്ര്യമല്ല, പട്ടിണി പാവങ്ങളായി, പട്ടിണി കോലങ്ങളായി ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നവരായി മാറുമെന്ന പേടിയല്ല എനിക്കുള്ളത്. മറിച്ച് ഞാൻ പേടിക്കുന്ന വിഷയം നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാക്കപ്പെടലാണെന്ന്, ദുനിയാവിന്റെ സൗകര്യം വർദ്ധിക്കലാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഏത് സ്വഹാബത്തിനോടാ പറയുന്നത്? ഏറെ പ്രയാസപ്പെടുന്ന സ്വഹാബത്താണ്, വിഷമിക്കുന്ന സ്വഹാബത്താണ്, പട്ടിണി കിടക്കുന്ന സ്വഹാബത്താണ്. നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാസങ്ങളോളം റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്കുള്ള വീട്ടിൽ അടുപ്പിൽ നിന്ന് പുക പൊന്തിയിട്ടില്ല. 2 മാസത്തിലധികം പ്രവാചകന്റെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യപ്പെടാത്ത, അടുപ്പത്ത് വെച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന അവസ്ഥ ഇല്ലാതെ കടന്നു പോയിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആയിഷ ബിവിയോട് ചോദിക്കുന്ന സ്വഹാബികൾ ചിലർ, ആ സമയത്ത് നിങ്ങളെല്ലാം എങ്ങനെയാണ് ജീവിച്ചത്? എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്? ആയിഷ ബിവിയുടെ മറുപടി, അൽ അസ്വദാൻ, വെള്ളവും ഈത്തപ്പഴവും ഭക്ഷിച്ചുകൊണ്ടാണ് മാസങ്ങളോളം നിങ്ങൾ മുന്നോട്ട് പോയത് എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. വിശക്കുന്ന സമയത്ത് ഞങ്ങൾ ഈത്തപ്പഴം കഴിക്കും, അതിന്റെ മീതെ വെള്ളവും കുടിക്കും. ഇങ്ങനെ മാസങ്ങളോളം പട്ടിണി കിടക്കുന്ന, വിഷമമുള്ള, പ്രയാസപ്പെടുന്ന സ്വഹാബികളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, സ്വഹാബാ, ഫഖർ ഞാൻ ഭയപ്പെടുന്നില്ല, ദാരിദ്ര്യം ഞാൻ പേടിക്കുന്നില്ല. ഞാൻ പേടിക്കുന്ന വിഷയം നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാക്കപ്പെടലാണ്, ദുനിയാവിന്റെ സൗകര്യം വർദ്ധിക്കലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ ദുനിയാവ് കൂടുമ്പോഴോ നിങ്ങൾ ദുനിയാവ് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി മത്സരിക്കും, മുൻഗാമികൾ മത്സരിച്ചതുപോലെ. അപ്പോൾ പടച്ചവൻ നിങ്ങളെ ഹലാക്കാക്കും, അവരെ ഹലാക്കാക്കിയതുപോലെ, നശിപ്പിച്ചതുപോലെ. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തികമായ അഭിവൃദ്ധി വന്നപ്പോൾ ദീനിൽ നിന്ന്, എല്ലാ നന്മകളിൽ നിന്നും അകന്നുപോയ സാഹചര്യമല്ലേ സഹോദരങ്ങളെ നാം കാണുന്നത്? നിതാഖാത്ത് പ്രശ്നം കൊണ്ട് 28,000 ആളുകൾ തിരിച്ചു വന്ന് ഇന്നലെ മാത്രമെന്ന് പത്രമാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു.
നാട്ടിന്റെ പ്രത്യേകിച്ചും മലബാറിന്റെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് സ്വപ്നങ്ങൾ മെയ്യുകയാണ് വാർത്താമാധ്യമങ്ങൾ. ദാരിദ്ര്യം വർദ്ധിക്കും, ഇവിടെയുള്ള കടകമ്പോളങ്ങൾ വിഷമത്തിലാകും, കച്ചവടം മാന്യത്തിലാകുമെന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇതിന്റെ കാരണം? ഇതിന്റെ പ്രതിവിധി പഠിപ്പിച്ചല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 70-75 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഗൾഫ് എന്ന് പറയപ്പെടുന്ന വാതായനം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടത്. അതിനു മുമ്പ് സൗദി അറേബ്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ജീവിത വഴി തേടിക്കൊണ്ട് പലപ്പോഴും പോകാറില്ല. ബർമയിൽ പോകാറുണ്ട്, അതിനപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ പോകാറുണ്ട്. എന്നാൽ ഇന്നത്തെ GCC കൺട്രീസിൽ പലപ്പോഴും നാം ജീവിത വഴികൾ തേടി പോകാറുണ്ടായിരുന്നില്ല. എന്നാൽ നിസ്വാർത്ഥരായ ആളുകൾ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ മമ്പുറത്ത് ജീവിക്കാൻ വേണ്ടി ഏതെങ്കിലും നിലക്കൊരു 10 സെന്റ് ഭൂമി വാങ്ങിയിട്ട് വീട് വെക്കാൻ ആഗ്രഹിച്ചു വന്ന ആളുകൾ ആദ്യമായിട്ട് അവർ ആഗ്രഹിച്ചു അല്ലാഹുവിന് വേണ്ടി ഒരു ഭവനമുണ്ടാക്കണമെന്ന്, അല്ലാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് ഉണ്ടാക്കണമെന്ന്. അതിന് അവരുടെ മുമ്പിൽ സാമ്പത്തിക വഴികളില്ല. അവർ റബ്ബിനോട് നിസ്വാർത്ഥമായി ദുആ ചെയ്തു, സ്വന്തമായി തലചായ്ക്കാൻ ഒരു ഭവനം വെക്കും മുമ്പ് നിനക്ക് വേണ്ടി ഒരു ഭവനം ഉണ്ടാക്കാൻ വല്ലാത്ത ആശ, വല്ലാത്ത ആഗ്രഹം. പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ സാമ്പത്തിക വഴികളില്ല, അതുകൊണ്ട് സമ്പത്തിന്റെ വാതായനങ്ങൾ ഞങ്ങളുടെ മേൽ തുറക്കണേ അല്ലാ എന്ന് നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ മുൻഗാമികൾ ദുആ ചെയ്തു. നമ്മുടെ മുമ്പിൽ ഗൾഫ് എന്ന് പറയുന്ന വാതായനം തുറക്കപ്പെട്ട ആദ്യകാലങ്ങളിലൊക്കെ ഗൾഫിൽ പോകും മുമ്പ്, ഗൾഫിൽ പോകുന്ന തലേ ദിവസം നാട്ടിലെ പള്ളിയിലെ ഉസ്താദിനെയും മുതഅല്ലിമീങ്ങളെയും എല്ലാവരെയും വിളിപ്പിച്ചു. ഒരു മങ്കൂസ് മൗലിദെങ്കിലും കഴിച്ചുകൊണ്ട് നമ്മൾ അത് ചൊല്ലുകെട്ടാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തുകൾ ചൊല്ലുകെട്ടാണ്, മുതഅല്ലിമീങ്ങൾക്ക് ആലിമീങ്ങൾക്ക് സ്വതഖ കൊടുത്തിട്ടാണ് പലപ്പോഴും നാം ഗൾഫിലേക്ക് കയറിയത്. എന്നാൽ ഇന്ന് പോയവൻ ഒരുപക്ഷെ മങ്കൂസ് മൗലിദും അതുപോലെയുള്ള നന്മകളും ചെയ്തുകൊണ്ട് പോയവൻ തിരിച്ചു വരുമ്പോൾ അവന്റെ താടിക്ക് നീളമുണ്ട്, പക്ഷേ അവൻ പറയുന്ന ഇതെല്ലാം ശിർക്കാണെന്ന്, ഇതെല്ലാം വേണ്ടാത്തരമാണെന്ന്, ഇതെല്ലാം നന്മയിൽ നിന്ന് അകൽച്ചയാണെന്ന്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഏർപ്പാടാണെന്ന്. എങ്ങനെ റബ്ബ് പുറക്കാൻ, എങ്ങനെ റബ്ബ് മാപ്പാക്കാൻ? ദുആ ചെയ്തും അല്ലാഹുവിനെ ഓർത്തും ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് അതിയായ സ്നേഹം വെച്ചുകൊണ്ട് നാം നേടിയെടുത്ത ഈ വഴികൾ കൊട്ടിക്കടക്കപ്പെടാതിരിക്കാനും എങ്ങനെ സാധിക്കും? ഇതല്ലേ ജീവിത നിലവാരം? നന്മകളിൽ നമ്മൾ പാടെ അകന്നു പോകുന്ന അവസ്ഥ, ദിക്റിൽ നിന്നും ഖുർആനിൽ നിന്നും നാം പാടെ അകന്നു പോകുന്ന അവസ്ഥ. അങ്ങനെ ഗൾഫിൽ പോയവൻ 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ സാമ്പത്തിക സുസ്ഥിതി കടന്നു വന്നു, കടങ്ങളെല്ലാം തീർന്നു. ആ കടങ്ങൾ തീർന്നപ്പോൾ കുടുംബത്തിന് വേണ്ടി കൊടുക്കുന്ന ഒന്നാമത്തെ പ്രസന്റേഷൻ എന്തായിരിക്കും? ഭർത്താവ് നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്കും മക്കൾക്കും പ്രത്യേകം ജോലിയില്ല, അതുകൊണ്ട് അവർക്കൊരു ജോലിയാവട്ടെ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ നേരം പോകാട്ടെ എന്ന് വിചാരിച്ച് അധ്വാനിച്ചുകൊണ്ട് നാം ഉണ്ടാക്കിയ അല്ലാഹുവിന്റെ നിഅമത്തായി നമുക്ക് ലഭിച്ചിരിക്കുന്ന പണം കൊണ്ട് വൃത്തികേടിന്റെ ആഭാസങ്ങളുടെ എല്ലാ കൂത്തരങ്ങുകളും നിറഞ്ഞിരിക്കുന്ന ഒരു TV നാം വാങ്ങിക്കൊടുക്കുന്നു. ഒരു TV അല്ല, ഇന്ന് സകല അറകളിലും സകല റൂമുകളിലും TV വെക്കുന്ന അവസ്ഥയാണ്. സ്റ്റാറ്റസിന്റെ ഭാഗമായി കമ്പ്യൂട്ടറുകളും അതുപോലെയുള്ള സംവിധാനങ്ങളും വന്നു. അവിടങ്ങളെല്ലാം വൃത്തികേടുകളും ആഭാസങ്ങളും നിറഞ്ഞു. റഹ്മത്തിന്റെ മലാക്കമാർ കടന്നു വരാൻ കഴിയാത്ത വിധം നമ്മുടെ വീടുകൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് പിശാചിന്റെ വാസസ്ഥലമാണ്, ശൈത്താന്റെ കേന്ദ്രമാണ്. ഇന്ന ശൈത്താന യഇദുകുമുൽ ഫഖറ വൽ ഫഹ്ശാ. ഇതാഖാത്ത് പ്രശ്നേ ശൈത്താൻ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആൻ. ദാരിദ്ര്യമേ ശൈത്താൻ കൊണ്ടുവരൂ. മനുഷ്യന്റെ നന്മ ഒരിക്കലും ആഗ്രഹിക്കുന്നവരല്ല പിശാച്, ഇബ്ലീസുൽ ലഈൻ. പരിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ തിന്മകൾ ഉണ്ടാക്കാൻ, ദാരിദ്ര്യമുണ്ടാക്കാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. അതിലേക്കാണ് മനുഷ്യനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ശുദ്ധി കടന്നു വന്നപ്പോൾ നമ്മുടെ വീടുകൾ, പ്രത്യേകിച്ച് മലബാറിലെ വീടുകൾ അറിയാമല്ലോ, കഴിഞ്ഞ കാലങ്ങളിൽ 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് നാടുകളിലൊക്കെ ഏറ്റവും വലിയ തിന്മയായിരുന്നു, വേണ്ടാത്തരമായിരുന്നു സിനിമ കാണുക എന്ന് പറയുന്നത്, അല്ലേ? മമ്പുറത്ത് നിന്ന് ഒരു സിനിമ കാണാൻ ഒരുപക്ഷെ ചമ്മാട്ടങ്ങാടിയിൽ പോകാൻ പറ്റുമോ? നാട്ടിലെ ആരെങ്കിലും അറിഞ്ഞാൽ, അവൻ സിനിമക്ക് പോയി എന്നറിഞ്ഞാൽ അത് മഹാപാപമായി സബുൽ മൂബിഖാത്തിൽപ്പെട്ട ദോഷങ്ങളെപ്പോലെ എണ്ണിയിരുന്നു. നടന്നു പോകുന്ന വഴിക്ക് നാട്ടുകാരണവന്മാരുണ്ടാകും, കണ്ടവരൊക്കെ ചോദിക്കും എവിടേക്കാ പോണത് എന്ന്. ഇവരെ കണ്ണിൽ നിന്ന് മറയാൻ ഒരു വഴിയുമില്ല. അവസാനം
ഇനി ഒരു പക്ഷേ തിയേറ്ററിന് മുമ്പിൽ പോയി നിന്നാലും അവിടെ ക്യൂ നിൽക്കുമ്പോഴും സമാധാനമില്ല, അകത്ത് കയറിയാലും സമാധാനമില്ല. അകത്ത് കയറിട്ട് സമാധാനമില്ലാഞ്ഞിട്ട് മുന്നിലും ബാക്കിലും നോക്കിയിട്ട് സമാധാനമില്ലാഞ്ഞിട്ട് ഇന്റർവെൽ സമയത്ത് ഇറങ്ങിപ്പോരാണ്. വീട്ടിലെത്തിയാലും സമാധാനമില്ല. റബ്ബേ, ആരെങ്കിലും കണ്ടിരിക്കോ, ഉപ്പാനോട് പറഞ്ഞിരിക്കോ, എന്തായിരിക്കും അവസ്ഥ എന്നോ? നമ്മുടെ വീടുകളൊക്കെ, മലബാറിന്റെ വീടുകളൊക്കെ 99% വീടുകളും സിനിമാ തിയേറ്ററുകളായിട്ട് മാറി അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സാമ്പത്തിക സുസ്ഥിതി കൊണ്ട് മുസ്ലിം എന്ന് പറയുന്ന നാം ചെയ്തു കൂട്ടിയ ആഭാസമാണിത്. ഏറ്റവും വലിയ തിന്മയാണിത്. എങ്ങനെ പ്രയാസങ്ങൾ വരാതിരിക്കാൻ? അള്ളാഹുവിന്റെ മുഖ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ദാരിദ്ര്യം വരാതിരിക്കാൻ വേണ്ടി പഠിപ്പിച്ച വഴി എന്താ? പരിശുദ്ധ ഖുർആനാണ്. എല്ലാ രാത്രിയിലും ആരെങ്കിലും സൂറത്തുൽ വാഖിയ ഓതിയാൽ, അൽ വാഖിയ സൂറത്ത് ഓതിയാൽ, ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, ഒരിക്കലും ദാരിദ്ര്യം പിടിപെടില്ലെന്ന് നാവ് കൊണ്ട് സത്യം മാത്രം പറഞ്ഞ മുഹമ്മദ് മുസ്തഫ. സൂറത്തുൽ വാഖിയ, ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിലത്തുർ റാഫിയ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജൻ വബസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅൻ മുംബസ്സാ. ഈ വിശുദ്ധമായ സൂക്തം എല്ലാ രാത്രിയിലും ഓതിക്കഴിഞ്ഞാൽ ഒരാൾക്കും ദാരിദ്ര്യം പിടിപെടില്ല. ദാരിദ്ര്യത്തിന്റെ കവാടങ്ങൾ അവന്റെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടുമെന്ന് സ്വാദിഖും മസ്തൂഖുമായ മുഹമ്മദ് റസൂലുള്ളാഹി. ആര് ഓതാറുണ്ട്? കഴിഞ്ഞ റമദാൻ കടന്നു പോയിട്ട് പരിശുദ്ധ ഖുർആൻ ഒന്ന് സ്പർശിച്ചവർ, ഒന്ന് തൊട്ടു നോക്കിയവർ തന്നെ കുറവായിരിക്കില്ലേ? ഓതണ്ട, ഒന്ന് തൊട്ടു നോക്കുക. ഖുർആനിൽ നിന്ന്, പരിശുദ്ധ അദ്കാറുകളിൽ നിന്ന് നാം ഏറെ പിറകോട്ട് വന്നു. ഖിയാമത്തിന്റെ അടയാളം എണ്ണി പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞു, അവസാന നാളാകുമ്പോൾ പരിശുദ്ധ ഖുർആന്റെ കോപ്പികളില്ലാതെ മറ്റൊന്നും ബാക്കിയാകില്ലെന്ന്. ഖുർആന്റെ കോപ്പികൾ ഉണ്ടാകും. ഓരോ രാജാവിന്റെ പേരില്, രാജ്യത്തിന്റെ പേരില്, വ്യക്തികളുടെ പേരില് ഹദിയ കൊടുക്കണം, വിൽക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പലരും മുസ്ഹഫ് പ്രിന്റ് ചെയ്യും. പക്ഷേ ആ മുസ്ഹഫ് ഒരു പക്ഷേ കുടികൂടലിന്റെ ബർക്കത്തിന് വേണ്ടി നാം കയ്യിൽ പിടിച്ചുകൊണ്ട് കയറുമെങ്കിലും ഷെൽഫിൽ വെച്ചിരിക്കുന്ന മുസ്ഹഫിനെ തൊട്ടു നോക്കാറില്ല.